إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു റമദാൻ കൂടി വിട പറയുകയാണ്. ഈ റമദാനിൽ നമ്മൾ നേടിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്ത ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കാനായോ എന്ന് വീണ്ടും വിചാരം നടത്താനുള്ള അവസാനത്തെ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ച കറകളുണ്ടാകും, പോരായ്മകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പലരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള അവസാന സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ നേടിയെടുത്ത നന്മകൾ നമ്മൾ തുടരുകയും ധാരാളമായി ഇനി അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹ എന്നാണ്. എല്ലാ ഇബാദത്തുകളും അമലുകളുടെയും അതിൻ്റെ ഏറ്റവും നന്നായ അത് സ്വീകാര്യമാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ആ ഫിനിഷിംഗ് ടൈമിലാണ് എന്നാണ്. റമദാൻ തുടങ്ങിയത് അവസാനിക്കുന്നത് വരെ, ആ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അതിൻ്റെ ആ ഫ്ലോ, ഒരു ടെമ്പോ നമുക്ക് നിലനിർത്തി ഇബാദത്തുകൾ അല്ലാഹുവിൽ സ്വീകാര്യമാകുന്ന തരത്തിൽ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അസ്അലുല്ലാഹ ഹുസ്നഹ, പടച്ചോനെ എല്ലാ അമലുകളും നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ എനിക്ക് നീ ആക്കിത്തരയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ, ഇസ്തിഗ്ഫാറുകൾ, രാത്രി നമസ്കാരം, സദഖകൾ, നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു സ്വീകരിക്കാനുള്ള ദുആ കൂടി നമ്മൾ നിർവഹിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളാണ് ഈ സന്ദർഭങ്ങളെന്ന് നമ്മൾ മറന്നു പോകരുത്. 6 കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മരണാനന്തര ലോകത്ത് വിജയിക്കുന്നവരാണ് നമ്മളെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഈ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആ മരണശേഷമുള്ള വിചാരണ നാളിൽ നമ്മുടെ വായകൾ സംസാരിക്കാൻ കഴിയാതെ നമ്മുടെ കൈകാലുകൾ സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ സാക്ഷി പറയുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ കൈകൾ സംസാരിക്കും, അതിന് നമ്മുടെ കാലുകൾ സാക്ഷി പറയും. നമ്മുടെ വായകൾക്കൊക്കെ സീല് വെക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ. വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ദുനിയാവിലെ ഓരോ കർമ്മങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിച്ച് മാത്രമേ ഇവിടുന്ന് പോകാവൂ എന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ അത് പറയുന്നത്. എപ്പോഴാണ് നമുക്ക് പോകാനുള്ള വിളി വരിക എന്ന് നമുക്കറിയില്ല. എപ്പോഴും നമ്മൾ അതിന് തയ്യാറായി നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും പടച്ചോനെ നീ വിളിച്ചാൽ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചതാണ്, എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചതാണ് എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയണം. അതിനായിരുന്നു റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലയ്ക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ ആലോചിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല നേരങ്ങളിലും സങ്കടപ്പെട്ട് കണ്ണീർ തൂകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു എല്ലാ പാപങ്ങളും റസൂലിനെ പുറത്തു കൊടുത്തിട്ടുണ്ട്. ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന എല്ലാ നന്മകളും റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത നന്മകളാണ്. അതിൻ്റെയൊക്കെ പുണ്യം റസൂലുള്ളാഹിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പുണ്യങ്ങൾക്ക് മേൽ പുണ്യം ലഭിക്കുന്ന റസൂലുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. പടച്ചോനെ, നാളെ വിചാരണ നടക്കുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ വിചാരണ നീ എളുപ്പമാക്കി തരണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ. പടച്ചോനെ, നരകത്തിന്റെ അദാബുകളിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണമേ പടച്ചോനെ. അത് മാത്രമല്ല, അത് എത്രമാത്രം ഭീകരമായ ഭീതിതമായ ശിക്ഷയാണ് പടച്ചോനെ. മാത്രമല്ല, അത് എത്ര മോശമായ സങ്കേതവുമാണ് പടച്ചോനെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസാനത്തെ ദിവസങ്ങളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ദുആകളും അമലുകളും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമതൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളുണ്ട് എങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള സമയമാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞ ഫർളായ കാര്യങ്ങളുണ്ട്, അള്ളാഹു നമ്മളോട് പറഞ്ഞ ഹക്കായ കാര്യങ്ങളുണ്ട്, അള്ളാഹു നമ്മളോട് പഠിപ്പിച്ച ഇബാദത്തുകളും അമലുകളും സ്വാലിഹാത്തുകളുമായ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ കൃത്യവും വ്യക്തവുമായ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഫർളായ കാര്യങ്ങൾ പ്രത്യേകിച്ചും നമസ്കാരത്തിന്റെ വിഷയം, സക്കാത്തിന്റെ വിഷയം, നോമ്പിന്റെ വിഷയം, ഉംറയുടെയും ഹജ്ജിന്റെയും ഒക്കെ വിഷയം, അതുപോലെ തന്നെ ഹക്കായ കാര്യങ്ങൾ ചെയ്യാനുള്ള വിഷയങ്ങൾ, അതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് നഫ്സിനോട് ചോദിക്കുക. എൻ്റെ ഇബാദത്തുകളിൽ, എൻ്റെ ഇടപാടുകളിൽ, ആളുകളുമായുള്ള സഹവാസങ്ങളിൽ പടച്ചോനെ നീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പടച്ചോനെ അത് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മൂന്നാമത്തതിനോട് ചേർത്ത് പറയാനുള്ളത്, സൃഷ്ടാവിനോടുള്ള ബാധ്യത പോരായ്മകൾ പോലെ തന്നെയാണ് സൃഷ്ടികളോട് ചെയ്തു പോയ അപരാധങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിക്കുക എന്നത്. മനുഷ്യർ തമ്മിൽ പരസ്പരമുള്ള സഹകരണത്തിലോ നമ്മൾ കൂടി ഒന്നിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലോ ഒക്കെ പലപ്പോഴും മനുഷ്യ സഹജമായ പോരായ്മകൾ സംഭവിക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കും. വാക്കുകൾ കൊണ്ട് പറഞ്ഞുപോയ
കാര്യങ്ങളുണ്ടാകും, ചിലതൊക്കെ ചെയ്തു പോയ കാര്യങ്ങളുണ്ടാവും, ചെറിയ ചെറിയ തർക്കങ്ങൾ സംഭവിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരാണ്, ഒരുപാട് പ്രയാസങ്ങൾ തലയിൽ പേറി നടക്കുന്ന ആളുകളാണ്. അതിനൊക്കെ ഇടയിൽ ചില നേരങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോരായ്മകൾ മനുഷ്യരെന്ന നിലയ്ക്ക് സംഭവിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഗൗരവത്തിൽ കാണുകയും അതൊക്കെ ഈ റമദാനോടുകൂടി പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. എത്രയോ കുടുംബങ്ങളുണ്ട് തമ്മിൽ തെറ്റി നിൽക്കുന്നു, ജ്യേഷ്ഠന്മാർ അനുജന്മാർ തമ്മിൽ മിണ്ടാതിരിക്കുന്നു, പരസ്പരം പാരവെക്കുന്നു, കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു, കണ്ടാൽ സലാം പറയാൻ പോലും പറ്റാത്ത രൂപത്തിൽ മനസ്സുകൾ അകന്നു നിൽക്കുന്നു. സുഹൃത്തുക്കളുണ്ട് എത്രയോ തെറ്റി നിൽക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് പിണക്കത്തിലാണ്, നമ്മുടെ കൂടെ നമ്മളെ സഹായിച്ചവരോ സ്നേഹിച്ചവരോ ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി പിണക്കങ്ങളിലാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പെടുത്തത്? എന്തിനാണ് നമ്മൾ ഫർദ് നിസ്കരിച്ചത്? എന്തിനാണ് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചത്? എന്തിനാണ് നമ്മൾ സ്വതക്ക ചെയ്തത്? എന്തിനാണ് രാത്രിയിൽ തറാവീഹ് നിസ്കരിച്ചത്? എന്തിനാണ് നമ്മൾ വെള്ളവും ഭക്ഷണമൊക്കെ ഒഴിവാക്കി പട്ടിണി കിടന്നത്? പടച്ചോന്റെ സ്വർഗം കിട്ടാനാണ്, പടച്ചോന്റെ വജ്ഹ് തൃപ്തിപ്പെട്ട് വാങ്ങാനാണ്. പക്ഷേ അല്ലാഹു തആല നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടുമെന്നാണ്. എന്നിട്ടോ അള്ളാഹു എന്താ ചെയ്യുക? എല്ലാ അള്ളാഹുവിന്റെ അടിമകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കൂട്ടരെ പറ്റി അവിടെ എടുത്തു പറഞ്ഞു. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്ന് പറഞ്ഞു, ലാ യുശ്രികു ബില്ലാഹി ശൈആ. അള്ളാഹുവിൽ ഒരു നിലക്കും ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഓരോ വ്യാഴാഴ്ച ദിവസവും എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച് പൊരുത്തപ്പെട്ടു കൊടുത്ത് അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ്. ശിർക്ക് വലിയ ഗൗരവമുള്ള അക്രമമാണ്. ചെറിയ രൂപത്തിൽ, ഗോപ്യമായ രൂപത്തിൽ, വളരെ അശ്രദ്ധമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമെന്ന് ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ബുദ്ധിയുള്ളവരാണ്, ആലോചിച്ച് പഠിച്ചത് മനസ്സിലാക്കേണ്ടവരാണ്. രണ്ടാമതൊരു വിഭാഗത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ മുവഹിദുകളായി തൗഹീദുള്ളവരായി ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കും. പക്ഷെ രണ്ടാമത്തത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇല്ലാ റജുലൻ കാന ബൈനഹു വബൈന അഖീഹി ശഹന. തന്റെ സഹോദരങ്ങൾക്കിടയിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത, അകലം പാലിച്ച് നടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ആ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തമ്മിൽ തെറ്റി നടക്കുന്നവരെ കുറിച്ചാണ്, തമ്മിൽ പിണങ്ങി നടക്കുന്നവരെ കുറിച്ചാണ്. വളരെ ഗൗരവത്തിലാണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ നാവിലൂടെ പറഞ്ഞല്ലോ, ശഅബാൻ മാസത്തിൽ എല്ലാവരുടെയും അമലുകൾ അള്ളാഹു ഏഴാൻ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ ലഹ്വുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താൻ പാകത്തിൽ ഉയർന്നു പോകുമെന്നാണ്. പക്ഷേ ഈ രണ്ട് മനുഷ്യന്മാരുടെ അമലുകൾ ഉയർന്നു പോകൂല. ശിർക്ക് ചെയ്യുന്നവരുടേതും ഉയർന്നു പോകൂല, തമ്മിൽ തെറ്റി നിൽക്കുന്ന മനുഷ്യരുടേതും അമലുകൾ ഉയർന്നു പോകൂല എന്നതാണ്. നമ്മൾ നിസ്കരിച്ച നിസ്കാരം വെറുതെ ആകൂലേ? നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ എല്ലാ നന്മകളും ഈ ദുനിയാവിൽ തന്നെ നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ഗൗരവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിനോട് തീരുമാനമാക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ തീരുമാനമാക്കി തൃപ്തിപ്പെടുത്തുക. സൃഷ്ടികളോട് പരസ്പരം പറ്റിപ്പോയ കാര്യങ്ങൾ ഒന്ന് സലാം പറഞ്ഞ്, ഒന്ന് ഫോൺ വിളിച്ച്, ഒരു ഭക്ഷണത്തിന് വിളിച്ച്, അല്ല ആരെങ്കിലും ഒന്ന് ഇടപെട്ട് അതൊക്കെ തീർക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. നമ്മളെല്ലാ വീറും വാശിയും തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്വാസം നിൽക്കണം അന്നതൊക്കെ അവസാനിക്കും. ഹത്താ സുർത്തുമുൽ മഖാബിർ. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ വമ്പും നിൽക്കും, എല്ലാ വീറും നിൽക്കും, നിങ്ങളുടെ ഈഗോ നിൽക്കും, നിങ്ങളുടെ തർക്കമൊക്കെ നിൽക്കും. ഏത് ദിവസം നിങ്ങൾ ഖബറിൽ എത്തുന്ന ആ ദിവസം ഉണ്ടല്ലോ, അന്നത്തോടെ ഈ ദുനിയാവിന്റെ എല്ലാ കെട്ടുപാടുകളും അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ പടച്ചോനായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ് നമുക്ക് തുണയായിട്ടുണ്ടാകുക. അതുകൊണ്ട് ഓരോ മുഅ്മിനുകളും ഓരോ മുഅ്മിനത്തുകളും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ശ്രദ്ധയിൽ ഉണ്ടാകണമെന്നാണ് മൂന്നാമത്തെ വിഷയമായി ഓർമ്മപ്പെടുത്താനുള്ളത്. കേവലം നാവുകൊണ്ട് പറഞ്ഞു തീർക്കാതെ മനസ്സുകൊണ്ട് കുറ്റസമ്മതം നടത്തി കണ്ണുനീരായി അത് അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്യണം? തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഫൈനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. ഫൈനി അതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. റസൂലുള്ളാഹി പറയാണ്, ഒരു ദിവസം ഞാൻ അല്ലാഹുവിനോട് 100 തവണയെങ്കിലും ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്. പടച്ചോനെ, എനിക്ക് പുറത്തു തരണേ, എന്റെ പോരായ്മ പരിഹരിക്കണേ, വീഴ്ച പറ്റിയത് ക്ഷമിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്.
ഖുർആൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. അഫലാ യതൂബൂന ഇലല്ലാഹ്, നിങ്ങൾക്കൊന്നും തൗബ ചെയ്ത് മടങ്ങി നന്നാകാൻ സമയമായില്ലേ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറുസ് ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാണ് നിങ്ങൾക്ക് തൗബ ചെയ്തു തരാ? അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാ? അല്ലാഹു ആരാണ്? ഗഫൂറാണ്, റഹീമാണ്. പടച്ചോൻ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ് എന്ന് അല്ലാഹ് നമ്മളോട് പറയാണ്. എന്താ നമുക്ക് ചോദിക്കാൻ മടി? എന്താ പരിഹരിക്കാൻ മടി? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. നാലാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ അവസാനത്തെ 10-ലാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു അഹ്യാ അൽ-ലൈൽ, രാത്രിയൊക്കെ സജീവമാക്കുമെന്നാണ്. വൈഖൽ അഹ്ലഹു, കുടുംബത്തൊക്കെ വിളിച്ചുണർത്തുമെന്നാണ്. വജദ്ദ വശദ്ദൽ മിഅ്സറ, അരയും തലയും ഒക്കെ മുറുക്കി ഉടുത്ത് ഇബാദത്തിനും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിനും നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിചാരങ്ങൾക്കും ഒക്കെയായി ആ സമയങ്ങൾ മാറ്റിവെക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതഖിഫു ഫീ കുല്ലി റമളാന 10 അയ്യാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങളിലും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലശേഷം അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ആ പതിവ് തുടരാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണമായിരിക്കാൻ പറ്റാത്തവർ അതിന്റെ കുറച്ച് ദിവസങ്ങളിലും കുറച്ച് സമയങ്ങളിലും ഒക്കെയായി പള്ളിയുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകളിൽ നമ്മൾ മുഴുകുക. ഈ സമയത്ത് അവസാന സന്ദർഭങ്ങളിൽ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പടച്ചോനെ നീയാണ് മാപ്പ് നൽകുന്നവൻ, നീയാണ് മാപ്പ് തന്നെ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നു, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ, വിട്ടുവീഴ്ച ചെയ്ത് എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമതായി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, സക്കാത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്കുള്ള ബാധ്യതയാണ്. 2.5% പാവപ്പെട്ടവന്റെ അവകാശം നമ്മുടെ സമ്പത്തിലുണ്ട് എങ്കിൽ അത് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇസ്ലാമികമായി നമ്മൾ എങ്ങനെയാണ് ഇസ്ലാം കാര്യങ്ങൾ അംഗീകരിച്ച ഒരു മുസ്ലിമായി മാറുക? ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. അതിൽ നമ്മൾ അഴകുഴമ്പൻ സമീപനങ്ങൾ പറ്റൂല പ്രിയപ്പെട്ടവരെ. അത് കൊടുത്താൽ അള്ളാഹ് ഇരട്ടിപ്പിച്ചു തരും. നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകില്ല. അള്ളാഹ് നിങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കും. നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം തരും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് സ്വതക്കകളെ കുറിച്ചാണ്. സ്വതക്ക വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അവസാനത്തെ ദിവസങ്ങളിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദുന്നാസ്, റസൂലുള്ളാഹിനെ പറ്റി 3 വിശേഷണങ്ങൾ കാണാം. ഒന്ന് അഹ്സനുന്നാസ് എന്നാണ്, ജനങ്ങളുമായി നല്ല സ്വഭാവത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. നമ്മൾ അങ്ങനെയാണ് ആകേണ്ടത് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുക. രണ്ടാമത് പറഞ്ഞത് അജ്വദുന്നാസ് എന്നാണ്, ഏറ്റവും വലിയ ഉദാരനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, ദാനധർമ്മങ്ങൾ കൈമൈ മറന്ന് നിർവഹിക്കുന്ന സന്ദർഭമായിരുന്നു റസൂലുള്ളാഹിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ എന്നതാണ്. മറ്റൊന്ന് ഓർമ്മിപ്പിച്ചത് അശ്അഉന്നാസ് എന്നാണ്, റസൂലുള്ളാഹിയായിരുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ധീരൻ എന്നാണ് റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമദാനിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മളോടും കരുണ കാണിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റയ്യാൻ കവാടത്തിലൂടെയാണോ നമ്മൾ കടക്കാൻ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയവനെ കാണാതെ പോയാൽ എങ്ങനെയാണ് റമദാൻ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക? മിസ്കീനുകളിലേക്ക് സഹായം എത്താതെ പോയാൽ എങ്ങനെയാണ് നമ്മുടെ റമദാൻ പൂർത്തിയാവുക? യതീം മക്കളെ നമ്മൾ കാണാതെ പോയാൽ എങ്ങനെയാണ് നമ്മുടെ റമദാൻ പൂർത്തീകരിക്കപ്പെടുക? വിധവകളായി പോയ എത്രയോ സ്ത്രീകളുണ്ട്, അവരുടെ വേദനകൾ അറിയാതെ പോയാൽ എങ്ങനെയാണ് നമ്മുടെ റമദാനുകൾ പൂർത്തീകരിക്കപ്പെടുക? രോഗത്തിന്റെ ദുരിതം പേറുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്, അവരുടെ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കാതെ എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ പൂർത്തിയാവുക? ഒരു കൂരയില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുവട്ടങ്ങളിലുമുണ്ട്, അവർക്കൊരു അത്താണിയാകാതെ എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് പരിപൂർണ്ണ പ്രതിഫലം കിട്ടുക? ഖുർആൻ അതുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, മതത്തെ, ദീനിനെ കളവാക്കിയവർ ആരാണ് എന്ന് ചോദിക്കുന്നിടത്ത് പറഞ്ഞില്ലേ, എന്നാണ്. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെ അവൻ പ്രോത്സാഹിപ്പിച്ചില്ല, യതീം മക്കളുടെ വിഷയത്തിൽ അവൻ കാര്യമായി ഒന്നും ചെയ്തില്ല. അങ്ങനെ നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ വേദനിക്കുന്നവരുടെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാത്തവർ മതം പൂർത്തിയാക്കാത്തവരാണ് എന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മൽ സഈല ഫലാ തൻഹർ. യതീമുകളുടെ വിഷയത്തിൽ ഗൗരവത്തിൽ പറഞ്ഞു, ചോദിച്ചു വരുന്നവനെ നീ ആട്ടി അകറ്റല്ലേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഗൗരവത്തിൽ ഒന്നുകൂടി പറഞ്ഞു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിനക്ക് കിട്ടിയ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സുഖങ്ങൾ, നിന്റെ സൗകര്യം, നിന്റെ കുടുംബം, നിന്റെ ചുറ്റുപാടുകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്താണ് എന്ന് നീ മറന്നു പോകല്ലേ എന്ന് ഇതിനെക്കൊണ്ട് ചേർത്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നാളെ ചെയ്യാ, മറ്റന്നാൾ ചെയ്യാ, ഉണ്ടായിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കണ്ട. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തീർക്കുക, ഉള്ളതിൽ നിന്ന് തൃപ്തിപ്പെട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങളത് ചെയ്യുക എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ വളരെ കൃത്യമായി ചെയ്യേണ്ടതാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പരലോകത്ത് പറയുന്ന ഒരു സന്ദർഭം എല്ലായ്പ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. യാ ബനി ആദം, മനുഷ്യന്റെ മകനെ, ആദമിന്റെ മകനെ എന്ന് വിളിച്ചിട്ട് അല്ല പറയുമെന്നാണ്, മരിൽതു ഫലം തഉദിനി. എനിക്ക് രോഗം ബാധിച്ചപ്പോ നീ എന്നെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്ന് അല്ല ചോദിക്കുമത്ര വിചാരണ നടക്കുന്ന സന്ദർഭങ്ങളിൽ. അപ്പൊ മനുഷ്യൻ തിരിച്ചു പറയും, ഖാല റബ്ബി കൈഫ അഊദുക. നീ എങ്ങനെ രോഗിയാവും പടച്ചോനെ? വാൻത റബ്ബുൽ ആലമീൻ, നീ സർവ്വലോകങ്ങളുടെയും റബ്ബല്ലേ, നിനക്ക് എങ്ങനെയാണ് രോഗം ബാധിക്കുക? അല്ല പറയും, അമ്മ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദുഹു. ഇന്ന അടിമ ഇന്ന സ്ഥലത്ത് നിന്റെ വീടിന്റെ അടുത്ത് നിങ്ങൾ ചികിത്സ നേടി രോഗിയായി പ്രയാസപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നില്ലേ, എന്നിട്ട് നിനക്ക് ആ വിവരം കിട്ടിയില്ലേ? പക്ഷേ ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദ. അല്ലാഹനെ കാണണം, അല്ലാഹുവിന്റെ സാമീപ്യം അറിയണം, അല്ലാഹുവിന്റെ പൊരുത്തണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അമാ അലിംത, നീ അറിഞ്ഞോ, അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു. നീ എങ്ങാനും അവന്റെ അടുക്കൽ പോയിരുന്നെങ്കിൽ അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹു പറയുമെന്നാണ്. വെള്ളം കൊടുക്കാത്തവനെ കുറിച്ച്, അതുപോലെ തന്നെ വിശപ്പ് പരിഹരിക്കാത്തവനെ പറ്റിയൊക്കെ തുടർന്ന് ഈ ഹദീസിൽ നമുക്ക് പരാമർശിക്കുന്നതായി കാണാൻ പറ്റും. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. തളർന്നു കിടക്കുന്നവരുണ്ട്, ഓർമ്മകൾ നഷ്ടപ്പെട്ടവരുണ്ട്, അപകടങ്ങളിൽ പെട്ടുപോയവരുണ്ട്, കാഴ്ച വൈകല്യം ബാധിച്ച ആളുകളുണ്ട്, മാനസികമായി രോഗം ബാധിച്ച പ്രിയപ്പെട്ടവരുണ്ട്, മാറാരോഗികളായ മനുഷ്യരുണ്ട്, ഡയാലിസിസിന് വിധേയമാക്കപ്പെട്ട മനുഷ്യരുണ്ട്, സ്വന്തം കിടപ്പാടമില്ലാത്ത മനുഷ്യരുണ്ട്, പൂര ചോർന്നലിക്കുന്നവരുണ്ട്, നിരപരാധികളായി ജയിലിൽ അടക്കപ്പെട്ട നമ്മുടെ സഹായം പ്രതീക്ഷിച്ച് കിടക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ ബാധ്യതകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നിർവഹിക്കുക. ഒന്നുകിൽ നേരിട്ട് എത്തിക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. അതാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. അവരൊക്കെ നമുക്ക് വേണ്ടി കാത്തു കിടക്കുന്നവരാണ്. നമ്മളോ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്ന മനുഷ്യരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അള്ളാഹുവിലേക്ക് ആശ്രയം ഉള്ളവരാണ് നമ്മൾ എന്ന് ഖുർആൻ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. നമുക്ക് നോക്കൂ, എന്തൊക്കെ നമുക്കുണ്ടാവും, അല്ല നിയമത്തൊന്നുണ്ടാവും, എന്നാലും നമുക്ക് ഒരുപാട് ആശ്രയിക്കേണ്ട സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? അതുപോലെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ആശ്രയിക്കുന്നു, നീ അതെനിക്ക് കബൂലാക്കി തരണേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ അമലുകളിലൂടെ നമ്മൾ ഭംഗിയായി ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഖുർആൻ പറഞ്ഞല്ലോ, വസീഖൽ ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, വസീഖൽ ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. നാളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹ് പറഞ്ഞത് പ്രകാരം ജീവിച്ച മനുഷ്യരിങ്ങനെ കൂട്ടം കൂട്ടമായ മനോഹരമായ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നവരാകുമെന്നാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ അമൽ സാലിഹാത്തുകൾ ചെയ്ത മനുഷ്യർ, വഹുവ മുഅ്മിനുൻ, അല്ലാഹുവിലുള്ള ഈമാനോടുകൂടി നിർവഹിച്ചവരെ, ഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ മനോഹരമായ സ്വർഗ പൂങ്കാവനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. വലാ യുളമൂന നഖീറ, അല്ലാഹ് ഒരു തരിമ്പും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ വളരെ വിശുദ്ധിയോടുകൂടി പരിവസാനിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെ നിർവഹിക്കുക. അതിന്റെ ഏറ്റവും അവസാനത്തെ
അവസാനത്തെ നിമിഷം വരെ ഈ ഒരേ ഫ്ലോയിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തവക്കുൽ ചെയ്ത് ഈമാനോടും തൗബയോടുകൂടി ഈ റമദാനിനെ പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.